എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ഞങ്ങളായിട്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത്. ഓക്കെ, ചോദിക്കാം. മൈക്കിൽ. ബിഗ് ബോസിന് ശേഷം പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരാമെന്ന്. അതെങ്ങനെ നോക്കി കാണുന്നു ഇപ്പോഴത്തെ ഇനാഗ്രേഷൻ? ട്രിവാൻഡ്രത്ത് വന്ന് കാണാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയില് 100 ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ആളുകളായിട്ട് നമുക്ക് അതിനുള്ളിൽ ആളുകളായിട്ട് നമുക്കൊരു കണക്ഷൻ വരും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ വരും. അപ്പോൾ തീർച്ചയായിട്ടും അനുമോളായിട്ട് നല്ലൊരു സൗഹൃദമാണ് ഇപ്പോൾ ഉള്ളത്. ഇതിങ്ങനെ തന്നെ പോട്ടെ. അല്ലേ അനു? ബിഗ് ബോസിന് ശേഷം അതുപോലെ കുറെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളൊക്കെ നിങ്ങളെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പേഴ്സണലി പരസ്പരം കേട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ക്രീനിൽ വരാത്ത, ഒരു ഫ്രെയിമിൽ വരാത്ത, അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷനിൽ വരാത്ത എന്നൊക്കെ രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. ആരോട് ക്വസ്റ്റ്യൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു, രാജകുമാരി എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം, ട്രിവാൻഡ്രത്തിൻ്റെ സ്നേഹം, ഇതൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ വന്നപ്പോഴാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ കൂടെ അനുണ്ട്. യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ ആരൊക്കെയോ പടച്ചു വിടുന്ന കാര്യങ്ങളാണ്. ഇതാ ഇവിടെ ഒരു ഫ്രെയിമിൽ ഞങ്ങൾ രണ്ടുപേരും ഇതാ ഒരു ഫ്രെയിമിൽ. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ, തെറ്റായ വാർത്തകൾ നിങ്ങളെ പറ്റി പരസ്പരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ തെറ്റായ വാർത്തകൾ ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. എന്തായിരുന്നു തെറ്റായ വാർത്ത? അനുമോള് തേച്ചത് കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച്. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റ്സ്, സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് മാത്രം ഇരിക്കുന്നവർ കുറച്ച് പേരുണ്ട്. പക്ഷെ ഞാനിതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടുന്നുണ്ട്, മൈൻഡ് ആക്കുന്നില്ല. അതൊക്കെ മൈൻഡ് ആക്കാൻ നോക്കി നിന്ന് നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിടത്തും എത്താറില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ എന്താ പറയുക, ഒരു പണി ഇല്ലാണ്ട് വീട്ടിൽ ഇരിക്കുന്നവരാണ് ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ പുച്ഛം മാത്രമല്ല, എനിക്ക് ഒന്നും പറയാനില്ല, ഒന്നും ആവാറില്ല. അങ്ങനെ അതാ ഞാൻ പറഞ്ഞേ, അതൊക്കെ നമ്മൾ പേഴ്സണലായി എടുത്തു കഴിഞ്ഞ് നമ്മൾ ലൈഫിൽ എടുത്തും എത്തത്തില്ല. അത്രേ ഉള്ളൂ. അനുമോളുടെയും അനീഷിന്റെയും കല്യാണം ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഒന്നാമത് ബിഗ് ബോസ് കഴിഞ്ഞു, അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു ലൈൻ കട്ട് എന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഭാവി പരിപാടികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വഴിയേ പറയാം. ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ത്രില്ല് പോവില്ലേ? ഇല്ലേ? ത്രില്ല് പോവും. അത് കാരണം ഞാൻ വഴിയേ പറയാം. എല്ലാ കാര്യങ്ങളും വഴിയേ അതിന്റെ ആ ഒരു ടൈമിങ്ങിൽ പറയാം. എന്തായാലും അതായിരിക്കും നല്ലത്. സന്തോഷം. ഈ മുഹൂർത്തം ധന്യവാദങ്ങൾ. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു. ഞങ്ങൾക്ക് ബിഗ് ബോസ് ഫ്രെയിമിനകത്ത് കയറാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങൾക്കും ഞങ്ങൾക്കും അവർ പുറത്തു വരുമ്പോൾ ഇങ്ങനെ ഒരു വേദി ഒഴുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ആ വേദിയിൽ രണ്ടുപേരും വന്നു. ഈ സന്തോഷം നിലനിൽക്കട്ടെ. ഈ സന്തോഷത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി സമ്മാനദാനം കൊടുക്കലാണ്. അത് കഴിഞ്ഞ് അവരിവിടുന്ന് വേദി വിടുന്നതാണ്. ഓക്കെ. എല്ലാവരും ഒന്ന് ക്യാമറയിലേക്ക് നോക്കും. ഒരുപാട് ക്യാമറ ഉണ്ട്. എല്ലാ ക്യാമറയിലോട്ട് നോക്കിക്കോളൂ.